ഒരു ചെറിയ പനിയോ ജലദോഷമോ വന്നാൽ തന്നെ നമുക്കാർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഞങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. ഞങ്ങൾ എന്നാലും അതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ അസ്മിലിനെ എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ തലേ ദിവസം നല്ല ഉഷാറിലാണ് ടൂർ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ടൂറിനുള്ള തയ്യാറെടുപ്പിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുട്ടികളായിട്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ബസ് വന്ന് നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരു ഇങ്ങനെ ഇറങ്ങി വണ്ടിയിലേക്ക് പോകാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീൽ ചെയറിൽ പോകാൻ പറ്റുന്ന ഒരു വീൽ ചെയറിൽ, തോളിലെടുക്കാൻ പറ്റുന്ന ഒരു തോളിൽ, അങ്ങനെ ഈ പറ്റാവുന്ന കുട്ടികളെല്ലാവരും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഒരു ഫ്ലാറ്റിൽ 40 കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് താമസിക്കുന്നത്. തെറാപ്പിയും അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല സൗകര്യമാണ് ഇവിടെ. ഞങ്ങൾക്ക് തെറാപ്പിയും സ്കൂളും പിന്നെ സ്പീച്ച് തെറാപ്പി എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ കുറേ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതില്ലല്ലോ. നല്ലൊരു സൗകര്യമാണ് കേട്ടോ അത്. അസ്മിൽ എങ്ങനെ ആയാലും എന്താണ് അവന് പറ്റണ പോലെയൊക്കെ ആരും പിടിക്കൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കയറാമെന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറിയിരുന്നു. അതേപോലെ ബാക്കിയുള്ളവരുടെ ഒക്കെ മുഖത്തൊരു സന്തോഷം നോക്കുക. വലിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും നമ്മൾ തന്നെയാണ് ഇപ്പോഴും അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം വണ്ടിയിൽ ഒരുവിധം എല്ലാവരും കയറി. ഒരുവിധം ഇനിയും കുറച്ചും കൂടി ആളുകൾ കയറാനുണ്ട്. വയ്യാത്ത കുട്ടികളെ മറ്റുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഹെൽപ്പ് ചെയ്യണമൊക്കെ ഉണ്ട്. വലിയ കുട്ടികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ഒറ്റയ്ക്ക് അമ്മമാർക്ക് അവനെ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോകാനൊന്നും വയ്ക്കില്ലല്ലോ, വീൽ ചെയറിൽ നിന്നൊക്കെ ഉള്ള. അപ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു യാത്രയാണത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ ഇത് കണ്ടിട്ട് തോന്നുന്നത് അത് സത്യസന്ധമായിട്ട് തന്നെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവർക്കും അവരുടെ മുഖം കാണിക്കണം. അപ്പോൾ ഒരുവിധം കുട്ടികളുടെ മുഖം ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മക്കളോട് എന്താ പറയാനുള്ളത് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് വന്ന് പറയണം കേട്ടോ. ചില കുട്ടികളെ നമ്മൾ മറന്നപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് മുഖം കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഞങ്ങളുടെയും ഫേസ് കാണിക്കണം കേട്ടോ ചാനലിലെന്ന്. പിന്നെ പുറത്ത് ഞങ്ങളുടെ രക്ഷിതാക്കൾ തന്നെ വീൽ ചെയർ, നമ്മൾ അങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. വീൽ ചെയർ എന്താണ് വണ്ടിയിൽ കയറ്റുന്ന തയ്യാറെടുപ്പിലാണ്. ഒരുപാട് കുട്ടികളുള്ളതല്ലേ. അപ്പോൾ 2 ബസ്സിലാണ് യാത്ര. അപ്പോൾ 2 ബസ്സിലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെങ്ങനെ വെക്കണം, എങ്ങനെ വെച്ചാലും അത്രയും കൂടുതൽ സാധനങ്ങളുള്ള കാരണേ അതങ്ങോട്ട് എന്താണ് ശരിയാവണില്ല. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അതാണ് ഞങ്ങളുടെ ഉസ്താദാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. ഞങ്ങളെ ഈ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മുന്നിൽ പ്രവർത്തിച്ച ആൾ ഉസ്താദാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. യാത്ര തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ മറന്നു. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മമാരും കുട്ടികളും അമ്മമാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. കുട്ടികളെക്കാളും കൂടുതലും സന്തോഷിച്ചത് അമ്മമാരെ. ഞങ്ങളെന്നും ഈ വിഷമം വേദനകളും മാത്രമല്ല, ഞങ്ങൾക്കായിട്ടൊരു ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ ടൂറിൻ്റെ പോയിന്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. കുറേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണുമ്പോൾ ഒരു മടുപ്പ് വരും.